വെൽക്കം ബാക്ക് വരെ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോഴേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചമ്മരെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 7:30 ആയപ്പോഴാണ് എണീറ്റത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഫ്രഷ് ഒക്കെ ആയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മൾ ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചായ കുടിക്കാം. എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് ചായ കുടിക്കാൻ എന്താ ഉള്ളത്, ചപ്പാത്തിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അവിടുത്തെ വീട്ടിലെ ഭക്ഷണമൊക്കെ എന്താണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും സമയം ഏകദേശം ഒരു 8-8:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ട്, മുട്ടക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചപ്പാത്തിൻ്റെ കോമ്പിനേഷനൊക്കെ എന്താ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ റെഡിയായി. അപ്പോൾ ഇച്ചിരി പ്രോട്ടീൻ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി പയർ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ജിമ്മിൽ പോവല്ല കേട്ടോ മച്ചാൻ, പ്രോട്ടീൻ അടിക്കാൻ. പ്രോട്ടീൻ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളൊക്കെ എത്ര മണിക്ക് എണീക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം 9 എന്താ പറയുക ആ ഒരു സമയത്തേക്ക് ഷോട്ട് ഇടുമല്ലോ, രാവിലത്തെ ഷോട്ട്. അപ്പോൾ അത് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എടുത്തിട്ടൊക്കെ വരാം വാ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക നമ്മുടെ ഷോട്ടൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എന്താ പറയുക മച്ചാ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് സാധാരണ ഷോട്ട് എടുക്കാറ്. ഇത് കണ്ടോ, ഇവിടെയാണ് ഷോട്ട് എടുക്കാറ്. നമ്മൾ ഗ്രീൻ സ്ക്രീന് വിരിച്ചിട്ട് നമ്മൾ സാധാരണ എടുക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീൻ വിരിക്കുന്നില്ല, കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ തന്നെ അതുള്ളതുകൊണ്ട് ആ ഒരു പരിപാടി വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളെ ഷോട്ട് എടുക്കുന്നത്. നമ്മൾ 9:30 ഇടൂലേ ആ ഷോട്ട് ഇവിടെ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് മച്ചാ. ഇപ്പോൾ എന്താ പറയുക സ്റ്റാൻഡൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന 2 സ്റ്റാൻഡ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഷോട്ട് എടുക്കാനുള്ള സ്റ്റാൻഡ് കേട്ടോ. ഇതാണ് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ്. ഇതതിൻ്റെ ആ സംഭവം ഇതതിൻ്റെ ആ മേളിൽ വെക്കുന്ന ഹോൾഡർ. മച്ചാമൻ എന്താ പറയുക ഇവിടെ ഓൾറെഡി എന്താ പറയുക കറണ്ട് പോയി. കാരണം ഇവിടെ ഇത് നടക്കുന്നുണ്ടല്ലോ, ഇപ്പം കറണ്ടിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക നമ്മൾ ഇന്നലെ 12 മണി തൊട്ട് 1 മണി വരെ ലൈവ് പോയതുകൊണ്ട് ഞാൻ ഫോൺ കുത്തിയിടാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ചാർജ് ലേശം കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ലാപ്ടോപ്പത്തിൽ ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഫോണിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനെന്താ ഇതിനകത്ത് ഇപ്പോൾ ചാർജ് നോക്കുകയാണെങ്കിൽ 3 അടിപൊളി. ഷോട്ട് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം ഏകദേശം സമയം ഒരു 10 മണിയൊക്കെ ആയി. അപ്പം ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ലോങ് വീഡിയോ ഇല്ലേ, നമ്മൾ സാധാരണ 11:30 വെച്ചാൽ ലോങ് വീഡിയോ ഇടാറ്. അപ്പം ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ ഞാനിത് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ വരുമ്പോൾ 2 ദിവസം എടുക്കും കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല മച്ചാൻ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ നെയ്മറിൻ്റെ റിവ്യൂ ഒക്കെ അടിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് എടുക്കാൻ പോവാണ്. അപ്പം ഇന്നാണെങ്കിൽ കറണ്ടും ഇല്ല, പണി പാളി. അപ്പം 5 ചാർജ്. അപ്പം എന്തായാലും നമുക്കിനി എടുക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും എടുത്തിട്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾ പറയും എന്താണ് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞത്. അതെന്താ വെച്ചാൽ വീടിൻ്റെ ഉള്ളിലാകുമ്പോൾ മച്ചാമാരെ ഫുള്ള് സൗണ്ടാണ്, വാഷിംഗ് മെഷീനും. പിന്നെ ഇന്നിപ്പോൾ കറണ്ട് ഇല്ല, എന്നാലും അവിടെ ചാർജും ഇല്ലാത്തതുകൊണ്ട് പണിയായി. അപ്പോൾ എന്താ പറയുക നമുക്ക് എന്തായാലും കാറിൽ പോയി എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ കാറിൽ നിന്നാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ മച്ചാമാരടാ ഫുള്ള് സൗണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സൗണ്ട് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നിടാനുള്ള ലോങ് വീഡിയോ സെറ്റാക്കാം. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഞാൻ ഡോറൊന്ന് തുറക്കട്ടെടാ. ഫുള്ള് ഡോറൊക്കെ ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് എന്തായാലും ഡോറ് തുറന്ന് സെറ്റാക്കാം. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ട്. ഇനി ഈ ഡോറും കൂടെ ഒന്ന് തുറക്കട്ടെ. മച്ചാമാരെ, അപ്പോൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് നമ്മുടെ ഈ ഗൈസ് ഈ ഫോൺ ഇവിടെ വെക്കും. എന്നിട്ട് നമ്മൾ എന്താക്കും ഫേസ് കാണിച്ചെടുക്കും. അത് ഞാൻ കാണിച്ചു തരാം മച്ചാമാരെ. അപ്പം എന്താ പറയുക നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇനി ഉറപ്പായിട്ട് എന്താ പറയുക ഇനി സെറ്റ് ആക്കും കേട്ടോ. നമ്മളെന്താ പറയുക നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം മച്ചാമാരെ. ഓൾറെഡി എന്താ പറയുക ഞാനിപ്പോഴാണ് നമ്മുടെ എന്താ പറയുക വീഡിയോസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കൂടുതൽ എന്താ പറയുക സെറ്റ് ആക്കണം. നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ് അതൊക്കെ മാറ്റണം. ഇത് ഇങ്ങനെയല്ല, നമുക്ക് ഇനി റെഡിയാക്കി വരണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പം മച്ചാമാരെ ഇപ്പം എന്താ പറയുക നമ്മൾ ഓൾറെഡി ഫോണിലൊക്കെ ചാർജ് കുറവാണ്. കാരണം എന്താ ഇവിടെ കറണ്ട് വന്നിട്ട് ആകെ പെട്ടു. നമ്മൾ കറക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസം തന്നെ പണി പാടി. അപ്പോൾ എന്തായാലും നമുക്ക് നെയ്മറിന്റെ റിവ്യൂ ആ ഒരു സമയത്തോട്ട് ഞാൻ പോവാട്ടോ, കാണിച്ചു തരാം ഞാൻ.
അച്ഛന്മാരപ്പം ഇത് കണ്ടോ, ഞാനിപ്പം തൽക്കാലം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചേക്കുന്ന എന്റെ ഒരു തുണിയാട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്. അതായത് നിങ്ങളെ ഞാൻ സ്ക്രീന് ചെറുതാക്കി കാണിച്ചു തരില്ലേ, അത് ഇവിടുന്നാണ് അച്ഛന്മാരെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഗൈസ്. എന്താ വെച്ചാൽ ഇവിടെ വേറെ ഒന്നുമില്ല, നമുക്കിപ്പോ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഗ്രീൻ സ്ക്രീൻ ഇട്ട് എടുക്കാം. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഭയങ്കര പ്രശ്നം. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ സൗണ്ട് ഉണ്ടാവും. കാരണം ഇപ്പൊ രാവിലെ ആയാലും മിക്സി ആയാലും നമ്മുടെ ലൈവിൽ വന്നവർക്ക് അറിയാം, മിക്സി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ ഓൺ ആക്കൂടാ, അല്ലെങ്കിൽ പാത്രങ്ങൾ ഇതിന്റെ സൗണ്ട് വരുമ്പോൾ നമ്മൾ പിന്നെ എടുക്കണം അത് ഭയങ്കര പാടാ. അതിലും ഭേദം ഒറ്റ ടേക്കിന് എടുത്തു പോകണമെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ചമരെ, അപ്പം എടാ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു. നമ്മളിപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ സമയം നോക്കട്ടെ, 1 മിനിറ്റ് ഗൈസ്. 10:41 അപ്പൊ മച്ചാവരെ നമുക്ക് 11:25 ആകുമ്പോഴാണ് സാധാരണ വീഡിയോ കയറി പോകേണ്ടത്. അപ്പം ഞാൻ ചിലപ്പോൾ നേരത്തെ വീഡിയോ കയറ്റി വിടും, അതായത് നേരത്തെ ചിലപ്പോൾ എടുത്തു കഴിയും. ഇപ്പൊ എന്താ വെച്ചാൽ എടുത്തു കഴിയാൻ പറ്റാത്തോണ്ട് ഇതായിപ്പോ ഗൈസ് 2 ഓളോടാ ചാർജ്, ഫോണിൽ 2 ഓള് ഗൈസ് ചാർജ്. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഇതാ 2 ആളെ ചാർജ്. നമ്മൾ ഇന്നലെ രാത്രി കുത്തിയിടാൻ വിട്ടുപോയി. അപ്പൊ ഗൈസ് എന്താ പറയുക, ഇനിയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയിട്ട്, അതായത് വീടിനുള്ളിൽ പോകണം. വീട്ടിൽ പോയിട്ട് നമ്മളെന്താ പറയാ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മളൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേനാണ് കയറ്റി വിടാറ് മാക്സിമം. പക്ഷെ നെറ്റിന്റെ ഇത് അനുസരിച്ചിരിക്കും മച്ചാൻ വരെ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കാം. ബാ ഗൈസ്, അപ്പൊ നമ്മള് ഇപ്പൊ ഏകദേശം 11 മണിയൊക്കെ ആയി. അപ്പൊ നമ്മൾ ഇനി എന്താ പറയാ, ഇപ്പൊ ഈ കാണിച്ച സിനിമ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ. ഇത് അറിയാത്തവർ എനിക്കൊന്നും ആരും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടുപിടിക്കും മച്ചാമാരെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കും. ഇന്ന് പിന്നെ കറണ്ട് പോയതുകൊണ്ട് ഇനി കറണ്ട് വന്നാലേ നമുക്ക് സെറ്റ് ആക്കണം എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും സിനിമയൊക്കെ ഒരു ഇപ്പൊ 11 മണിയല്ലേ, 1 മണി വരെയൊക്കെ കാണും. അത് തന്നെ പരിപാടി. അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഇപ്പൊ സമയം ഏകദേശം 12 മണിയായി. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ 12 മണി ചോദിച്ചാൽ മതി, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലാപ്ടോപ്പ് ഓഫായി. നല്ല ദിവസമാണ് എന്തായാലും, ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത ദിവസം തന്നെ കറക്റ്റ് ഇവിടെ കറണ്ട് ഇതായി പോയടാ. അപ്പം ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ എല്ലാ ഫോണിലും 3 ചാർജ്. അപ്പം മച്ചാൻ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, അടുക്കളയും റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കണം. അപ്പൊ ഏകദേശം എല്ലാം ക്ലീൻ ആക്കുമ്പോഴത്തേനും കറണ്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും 1 മണി 1:30 ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും കറണ്ട് വരുമായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ചാർജ് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഓൾറെഡി ഈ ഒരു സമയമാകുമ്പോഴത്തേനാണ് നമ്മുടെ റിയൽ സഞ്ജു ഇല്ല ശരിക്കുള്ള, അതായത് നമ്മുടെ ഫുട്ബോൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയായിരുന്നു, ഇത്ര നേരം കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അത് കാണുക ഗൈസ്. ഈ വീഡിയോ വരുമ്പോൾ 2 ദിവസം കഴിയും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, അപ്പൊ ഇനിയുള്ള പരിപാടി ഇതൊക്കെയാണ്. നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, അത് അലക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അലക്കി തുണിയൊക്കെ സെറ്റാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി റൂമൊക്കെ സെറ്റപ്പ് ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒരു എന്താ പറയുക 1:30 ഒക്കെ ആവും. അപ്പോഴത്തേനും കറണ്ട് വരും മച്ചാൻ. എന്നിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും കാണിച്ചു തരാം. ഓ ഗൈസ്, ഇവിടെ കറണ്ടൊന്നും വന്നിട്ടില്ലടേ, 2 മണിയാവാനേ. ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കണം മച്ചാമാരെ. അപ്പം എന്താ പറയാ, ഐസ്ക്രീം വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മീനൊന്നും ആയിരിക്കില്ല, ഐസ്ക്രീം വണ്ടി ആയിരിക്കും. ഉച്ചയ്ക്കല്ല, ചൂടായതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം. ചേട്ടൻ വരികയാണെങ്കിൽ മേടിക്കാട്ടോ ഗൈസ്, കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഐസ്ക്രീം ചേട്ടൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചു ഗൈസ്. അപ്പൊ നമ്മൾ ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ട്, 10 രൂപേന്റെ കോലൈസ് ഗൈസ്. അപ്പൊ ഇന്ന് എന്തായാലും ചാർജ് കുറവാടാ, പക്ഷെ എന്നാലും ഉച്ചയ്ക്ക് നമ്മൾക്ക് കോലൈസ് കിട്ടി. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോലൈസിൽ എന്താ പറയുക, നിങ്ങളുടെ ഇവിടെയും ഇപ്പൊ ഇതൊക്കെ വരുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്തായാലും കമന്റ് ചെയ്യാട്ടോ ഗൈസ്. ഞാൻ പാലൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൈസ് ഇപ്പൊ ഇവിടെ ഇതിന് 10 രൂപയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇതൊക്കെ കഴിച്ച് പിസ്തയൊക്കെ കഴിച്ച് 3 എണ്ണത്തോളം ഞാൻ തന്നെ കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പൊ ഏകദേശം 2 മണിയായി. നമ്മളെന്തായാലും ചോറ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് ഇന്ന് മുട്ടക്കറി ഉണ്ട്, നമ്മൾ രാവിലെ കൂട്ടിയില്ലേ. പിന്നെ അനിയത്തി മുട്ട വറുത്ത ഉണ്ടാക്കി, പിന്നെ പയറും ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. മച്ചാവരുടെ എന്തായാലും കറണ്ട് ഇല്ല, 2:20 ഇപ്പോഴാട്ടോ ചോറ് കഴിക്കുന്നത്. അതുപോലെ 1 ചാർജ്, നമ്മൾ വീഡിയോ എടുക്കുന്നതന്നെ 1 കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പണിയായി. ഇപ്പൊ എല്ലാവരും കറണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരുമെന്ന് നമുക്ക് വിചാരിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ മച്ചന്മാരടാ ഫോണിൽ നമ്മളിപ്പോ 1 ചാർജ് ഉള്ളൂ. അപ്പൊ കറണ്ട് ഇല്ല. അപ്പൊ മിക്കവാറും ഇടാ ഇപ്പൊ സമയം ഏകദേശം 2:30 കഴിഞ്ഞ് 3 മണി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നമ്മുടെ ഫോൺ ഓഫായി പോകും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ കുടിച്ച് ഇതുവരെ കറണ്ട് എത്തിയിട്ടില്ല. ഇന്ന് ഇത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇനി ചാർജ് കുത്തിയിട്ട് വേണം ഇനി ബാക്കി എടുക്കാൻ. കാരണം ഇനിയിപ്പം നമ്മൾ 4:30 ആകുമ്പോഴത്തേനും ചായ കുടിച്ചിട്ട് ഓക്കെ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇന്നത്തെ പരിപാടികൾ ഗൈസ്. അപ്പോൾ അവിടെ മച്ചന്മാരെ 6 മണിക്കാണ് എന്താ പറയുക കറണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ പെട്ടെന്ന് കുത്തിയിട്ട് നമ്മളൊരു 6:30 ആകുമ്പോഴത്തേനും വിളക്ക് കത്തിച്ചു. അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് കൂടെ ജസ്റ്റ് നടന്നപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് വാഴക്കൊല ഒടിഞ്ഞ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ എന്താ പറയുക, അത് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വാഴക്കൊല കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും അച്ഛന്മാരെ അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സമയത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. ഇനി ഉറപ്പായിട്ടും വരുന്ന വീഡിയോയിൽ ഞാനത് ഉള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നട്ട് വളർത്തിയ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമാവും. അത് ഞാൻ വരുന്ന വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. മച്ചവൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും കാണിച്ചു തരാം. വെക്കാം ലേശം മച്ചമ്മരെ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഓൾറെഡി നമുക്ക് വേണ്ടി കപ്പ ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ കൈസ് എന്താ പറയുക, എടാ മച്ചമ്മരെ ഇന്ന് ഓൾറെഡി എന്താ പറയുക, നമ്മൾ ചായയൊക്കെ വെച്ചായിരുന്നു, കാപ്പിയൊക്കെ 4 മണിക്ക്. പക്ഷെ അന്നേരം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞല്ലോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്നാണ് ഇങ്ങനെ ഇതായിട്ട് ആദ്യമായിട്ടാണ്. ഇപ്പോൾ കുറേ കറണ്ട് ഇങ്ങനെ പോകലുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ചാർജ് തീർന്നു, ലാപ്ടോപ്പും ഫോണും എല്ലാം ചാർജ് തീർന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അമ്മ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ എന്താ പറയുക കപ്പ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ സമയം ഏകദേശം 7 മണിയൊക്കെ ഞാൻ കാണിച്ചത്, 7 മണിയൊക്കെ ആവുന്നുള്ളൂ. 7 മണി ആവുന്നുള്ളൂ. അപ്പം എന്താ പറയുക, ഈ ഒരു സമയത്തിന് നമ്മൾ നമ്മുടെ ഷോട്ട് ഉണ്ടല്ലോ, അതായത് നമ്മൾ വീണ്ടും ഷോട്ട് എടുക്കുന്ന ടൈമാണ് 7 മണി. എന്നിട്ട് പിന്നെ 8 മണി ആകുമ്പോഴത്തേനും തമ്പനിയൊക്കെ റെഡിയാക്കി നമ്മുടെ ലൈവിലേക്ക് വരും. അതായത് റിയൽ സഞ്ജുവിൻ്റെ ശരിക്കും നമ്മുടെ ഫുട്ബോൾ ചാനലിൻ്റെ ലൈവിലേക്ക് വരും. ഓക്കെ, അതും ഞാൻ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നിരുന്നിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ മച്ചന്മാരെ ഓൾറെഡി കാറിലാകുമ്പോൾ പുറത്തുള്ള സൗണ്ട് ഒന്നും കേൾക്കില്ല. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഉള്ളിലാവുമ്പോൾ കഴിഞ്ഞ ദിവസം ലൈവ് വന്നവർക്കറിയാം മിക്സിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അത് വേറെ ഒന്നുമില്ല, എന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ആ കറക്റ്റ് ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സമയത്തിനാണ് നമ്മുടെ റിയൽ സഞ്ജു ചാനലിൽ നമ്മൾ ലൈവ് എടുക്കാൻ പോകും. 8 മണിയിൽ ലൈവ്. അപ്പോൾ ഗൈസ് ഏകദേശം 8:10 ആവാനായി. അപ്പോൾ നമ്മളെന്താ പറയുക, തമ്പനിയൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ ലൈവ് എടുത്തതിന് ശേഷമാണ് ബാക്കി പരിപാടി. ഫുഡൊക്കെ കഴിച്ചല്ലോ. ചില ദിവസം മാറും കേട്ടോ, സമയമൊക്കെ മാറും. അപ്പോൾ എന്തായാലും നമുക്ക് ലൈവൊക്കെ എടുത്ത് സൂപ്പറാക്കാം മച്ചന്മാരെ. അപ്പം നമ്മൾ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ ലൈവൊക്കെ തീർന്നു ഏകദേശം. എടാ നമ്മൾ 10:15 നമ്മൾ 8 മണിക്കായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊക്കെ വരണം. അതിനുശേഷം നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കില്ല. അപ്പോൾ എന്താ പറയുക, ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ എടാ നമ്മൾ കിടക്കുമ്പോഴത്തേന് ഏകദേശം 12 മണിക്ക് ആവും കേട്ടോ. 12 മണി 12:30 ആവും. അതായത് നാളത്തെ വീഡിയോ അതൊക്കെ അനുസരിച്ചിരിക്കും എടാ. പിന്നെ അപ്പോൾ അതാണ് കേസ്. അപ്പം ഏകദേശം 10:30 ആവും നമ്മൾ കിടക്കും. അതല്ലേ നമ്മൾ ലൈവ് കഴിയുമ്പോഴത്തേന് ഇന്നിപ്പോൾ 10:15 അപ്പോൾ ഫേസ് ലൈവ് ഒക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനൽ ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഉറപ്പായിട്ടും നേരത്തെ പറയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാക്കാമല്ലോ. ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്. ഇതാണ് നമ്മൾ എന്താ പറയുക കാറിൽ പോയി എടുക്കുന്നതിന്റെ കാരണം കേട്ടോ. സൗണ്ട് കണ്ടോ, സൗണ്ട് കാരണമൊന്നും കേൾക്കില്ല. അത് കഴിഞ്ഞ് ഡെയിലി പഠിക്കലില്ല, എന്നാലും മച്ചന്മാരെ എന്തെങ്കിലും എഴുതാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക പഠിക്കാനൊക്കെ ഇരിക്കും. അപ്പം മച്ചന്മാരെ 1 മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ചിട്ടിയെ പോലെ ഒരു പവർ കിട്ടിയത് എല്ലാം ഒന്ന് സ്കാൻ ചെയ്തെടുക്കായിരുന്നു ഗൈസ്. അപ്പം എന്താ പറയുക ചില ദിവസം നമ്മളിങ്ങനെ എനിക്ക് അറിയാണ്ട് ഉറങ്ങിയും പോകും കേട്ടോ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം നിങ്ങളും അതുപോലെ തന്നെയാണോ എന്ന്. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഏകദേശം 12 മണിക്ക്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ വോയിസ് ഓവർ ഇവിടെ കൊടുക്കുന്നതിന്റെ കാരണം എല്ലാവരും ഉറങ്ങി. അപ്പോൾ ആ ഒരു സൗണ്ട് കൊണ്ട് നമുക്ക് പറയാനും ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഗൈസ് നമ്മൾ എന്താ പറയുക ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഏകദേശം കുറച്ച് നോട്ടൊക്കെ എഴുതാനുള്ളൂ ഗൈസ്. അപ്പോൾ 2 മണിയായി മച്ചന്മാരെ. ഇപ്പം എന്താ പറയുക, നമുക്ക് സാധാരണ കേസ് എന്താ പറയുക, നമുക്ക് തമ്പ്ലൈൻ എന്തെങ്കിലും നമ്മുടെ വ്ളോഗിൻ്റെ റെഡിയാക്കണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ റെഡിയാക്കുക. ഓക്കെ ഗൈസ്, അപ്പം ഏകദേശം എന്താ പറയുക അതിനുശേഷം നമ്മൾ കിടക്കും. കാരണം 2 മണിയൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മച്ചന്മാരെ ഇതാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഗൈസോ എന്താ പറയുക ഓരോ ദിവസവും വ്യത്യസ്തം ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലോ എന്താ കല്യാണമോ അല്ലെങ്കിൽ എന്താ പറയുക പുറത്തൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുമ്പോൾ അത് വേറെ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ ഉഷാറായി നമ്മൾ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം ഗൈസ്. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് പവർ ആക്കട്ടെ. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മളങ്ങനെ ചെയ്തു ഗൈസ്. ഉറപ്പായിട്ടും എന്താ പറയുക വേറെ വീഡിയോകളൊക്കെ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഷോർട്ട് നമ്മൾ ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.